ലോകം അതിസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം അതിന് വഴിതെളിച്ച ചില സാഹചര്യങ്ങളുടെ തനിയാവർത്തനം വേറൊരു രൂപത്തിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലും അമേരിക്കയിലും അലയടിക്കുന്ന ഭീതി ജനിപ്പിക്കുന്ന ഒരു കാഴ്ച. യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത്? റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആ ഒരു ചർച്ച, ആ ഒരു വാഗ്വാദം, അത് അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഒരു നിർണായക ഏടായി ഇനി വരും വർഷങ്ങളിൽ വരും തലമുറ വിശേഷിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ചർച്ച കുളമാക്കുന്നതിന് പിന്നിൽ, ആ ചർച്ച കലക്കുന്നതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിശദമായി അന്വേഷിച്ച് കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോകത്തിന്റെ ഒരു അരക്ഷിതാവസ്ഥ മുതലെടുത്ത് തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ അജണ്ട, രണ്ട് ക്രിസ്ത്യൻ സാമ്രാജ്യങ്ങൾ അവരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ചോര ഊറ്റി കുടിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചില ഹീന ശക്തികളുടെ അജണ്ട. ആ അജണ്ടകളാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ, ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. നമ്മൾ ഈ ഒരു നിലപാട് ഇത്തവണത്തെ എപ്പിസോഡിലും ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ വികാസങ്ങളാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. നമ്മളത് ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളെക്കാൾ ഒരു ഫാർ റീച്ചിങ് ഒരു കോൺസിക്വൻസ് തീർച്ചയായിട്ടും ഇപ്പോൾ യൂറോപ്പിലും ഒപ്പം തന്നെ അമേരിക്കയിലും റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതികരണങ്ങൾ, ചില നടപടികൾ, ചില സമ്മേളനങ്ങൾ അത് ചെലുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ തുടർച്ചയായിട്ട്, എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പ്ലാറ്റ്ഫോം നമ്മൾ ആ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാം തുടക്കം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന ആ ഒരു വളരെയധികം പ്രസിദ്ധി ആർജിച്ച ആ ഒരു വാഗ്വാദം, ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാഗ്വാദം. ആദ്യത്തെ ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ സെലൻസ്കി, ഒരുപക്ഷെ അമേരിക്ക ഒരു ലോക പോലീസാണ്, ലോകത്തിലെ ഏറ്റവും വളരെ സമ്പന്നമായിട്ടുള്ള രാജ്യമാണ്. അമേരിക്കയെ എല്ലാ രാജ്യങ്ങളും ബഹുമാനിക്കുന്നുണ്ട്. ആ അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിൽ എത്തി അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു ചൂടാവുന്ന അല്ലെങ്കിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ഒരു മനോഭാവം, ഒരു ശൈലി സെലൻസ്കി സ്വീകരിച്ചത് തീർച്ചയായിട്ടും അതൊരു നിഷ്കളങ്കമായിട്ട് വിലയിരുത്താൻ സാധിക്കില്ല. കൃത്യമായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്ക് ഈ ദിവസങ്ങൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല. തീർച്ചയായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം അത് എത്രയും പെട്ടെന്ന് തന്നെ അതിന് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പര്യവസാനം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിന് തീർച്ചയായിട്ടും ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്, റഷ്യയുടെ സൈഡിൽ നിന്നായിക്കോട്ടെ യുക്രൈൻ്റെ സൈഡിൽ നിന്നായിക്കോട്ടെ. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് അതിലേക്കുള്ളൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, അതിന് എന്തുകൊണ്ട് ചിലർ തടയിടുന്നു, ഈ പോയിന്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ, ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് അത് ലോകത്താകമാനം, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച. ഈ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ഒന്ന് മങ്ങിപ്പോകുന്ന ഒരു കാഴ്ച. അപ്പോൾ അവർ ഓരോ നിമിഷവും എങ്ങനെ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ ഒന്ന് താഴ്ത്തിക്കെട്ടാം, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഒരു പ്രതീകമായിട്ട് നമുക്ക് എടുക്കാം. ട്രംപ് പ്രതിദാനം ചെയ്യുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ഗൂഢമായ അജണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുള്ള ഡീപ് സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലുമിനാറ്റി പോലുള്ള ചില നിഗൂഢ സംഘങ്ങളെ അവർ കൃത്യമായിട്ടും അജണ്ടയോടുകൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് സെലൻസ്കി അവിടെ കാണിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. ഈ സെലൻസ്കിനെ പറഞ്ഞു വിട്ടാൽ, അല്ലെങ്കിൽ സെലൻസ്കി അത്തരത്തിലുള്ള ഒരു മനോഭാവം, അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് പൊട്ടനും മനസ്സിലാക്കാൻ സാധിക്കും ട്രംപ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, അത് എത്തരത്തിലായിരിക്കും ലോക പൊളിറ്റിക്സിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണം, അതായത് ഈ റൈറ്റ് വിങ്ങിനെതിരെ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ ഉയർന്നു വരുന്ന ട്രംപ് എന്ന വ്യക്തിത്വത്തിനെതിരെ, അല്ലെങ്കിൽ ട്രംപ് പ്രതിദാനം ചെയ്യുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിന് എതിരെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം രൂപപ്പെടാനുള്ള ഒരു തുടക്കമാണ് ഈ സെലൻസ്കി അവിടെ
അവിടെ കുറിച്ചത്. അതിന്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നടന്ന 18ഓളം വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ ഒരു സമ്മേളനം. അതിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു. കാനഡയിൽ നിന്നുള്ള ജസ്റ്റിൻ ട്രൂഡോ എന്തിനാണ് അവിടെ പോയതെന്ന് നമുക്ക് അറിയത്തില്ല. അത് ഒരു വിരോധാഭാസമായിട്ട് അവിടെ നിൽക്കുന്നു. തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ അവിടെ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ യൂറോപ്യൻ നേതാക്കളുടെ ചില പ്രതികരണങ്ങളിൽ നമുക്ക് വ്യക്തമാകാൻ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്താണ് ഇവരുടെ അജണ്ട. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിക്ടർ ഓർബാൻ ഇപ്പൊ ട്രംപിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഈ ഓവൽ ഓഫീസിൽ നടന്ന ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്. സ്ട്രോങ് ലീഡർ വിൽ മേക്ക് പീസ്, എ വീക്ക് ലീഡർ വിൽ മേക്ക് വാർ. ഹാറ്റ്സ് ഓഫ് ടു ദ പ്രസിഡന്റ് ട്രംപ് എന്ന രീതിയിൽ ട്രംപിനെ പുകഴ്ത്തുന്ന ഒരു സമീപനം. ഇനി ഇറ്റാലിയൻ പ്രസിഡന്റ് മെലോണി, ട്രംപിന്റെ ഒരു അടുത്ത സുഹൃത്തായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റാലിയൻ പ്രസിഡന്റ് മെലോണി, ഇവർ രണ്ടുപേരും റൈറ്റ് വിംഗ് പൊളിറ്റിക്സിന്റെ ഒരു പ്രതീകമാണ്. അവർ പറഞ്ഞ കുറെ കൂടി മിതമായിട്ടുള്ള ഒരു ശൈലിയിലുള്ള ഒരു പ്രതികരണമാണ്. ഈ യുക്രൈനെ മുൻനിർത്തി ഒരു വെസ്റ്റിൽ ഒരു തരത്തിലുമുള്ള ഒരു റിഫ്റ്റ് ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള വിഭജനം ഉണ്ടാകരുത്, ഇത് എത്രയും വേഗം പരിഹരിക്കണം. എന്നാൽ മറു സൈഡിൽ ഇപ്പോൾ കീവ് സ്ട്രാമർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ നേതാക്കന്മാരായിക്കോട്ടെ, അവർക്ക് ഏത് വിധേനയും ഇതൊന്ന് അന്തരീക്ഷം ഒന്ന് കലുഷിതമാക്കണം. ഏത് വിധേനയും അമേരിക്കയെ ഒരു സൈഡിൽ നിർത്തി ഏത് വിധേനയും തങ്ങളുടെ ഒരു അധീശത്വം അല്ലെങ്കിൽ തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലി. അപ്പോൾ വളരെ വ്യക്തമാണ് ഒരു ലിബറൽ പൊളിറ്റിക്സിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ യൂറോപ്പിനെ ഒരു ലിബറൽ പൊളിറ്റിക്സിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ കീഴിൽ കൊണ്ടുവന്ന് വ്യക്തമായി റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഒരു കരുവാക്കിക്കൊണ്ട് തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റോബിൻ, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു ഈ സെലൻസ്കിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, സെലൻസ്കി അവിടെ കാണിച്ച ഒരു മര്യാദ കേട്ട് ട്രംപ് തിരിച്ചും വാഗ്വാദങ്ങളൊക്കെ നടത്തി. നമ്മൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അത് എങ്ങനെയാണ് ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച യൂറോപ്പിൽ ചില അജണ്ടകൾ നടപ്പാക്കാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളെയൊക്കെ ഉപയോഗിച്ച് ചിലർ അവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, അതൊരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആയിരിക്കില്ലേ ലോക പൊളിറ്റിക്സിൽ ചെലുത്താൻ സാധ്യതയുള്ളത്? ഒന്ന്, നമ്മൾ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത്, ഈ ഈശോ ബൈബിളിൽ പറയുന്ന പോലെ ഈ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു വാക്കിലൂടെ നമുക്ക് ലോകത്തിലേക്ക് ശരിക്കും കടന്നു പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഒരു വലിയ യുദ്ധത്തെ മുന്നിൽ കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ലോകം ഒരു വലിയ യുദ്ധത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന പോലെയാണ് ലോകത്ത് നടക്കുന്ന പല സംഗതികളും ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം എടുക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെ ഒരു കടന്നുകയറ്റമാണ്, മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങളാണ്. ഒരാളുടെ ഇടത്തിലേക്ക് മറ്റൊരാൾ കടന്നു കയറുന്നത്. അങ്ങനെ ഈ കടന്നുകയറ്റങ്ങൾ വലിയ ക്ലാഷിലേക്ക് എത്തുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് ഇവരെ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രണ്ടാം ലോക മഹായുദ്ധവും ഇതേപോലെ തന്നെ ജർമ്മനിയുടെ അടക്കം ഇതേപോലെയുള്ള ഒരു അഗ്രഷൻ്റെ ഭാഗമായിരുന്നു, കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയതായിരുന്നു USSRും അമേരിക്കയും തമ്മിൽ, അമേരിക്കയും യൂറോപ്പും USSRും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക്, വലിയ യുദ്ധത്തിലേക്ക് ലോകം എന്ന് വീഴും എന്ന് കാതോർത്തിരുന്ന കാലമായിരുന്നു. യൂറോപ്പെല്ലാം ഈ ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള ഈ അണ്ടർഗ്രൗണ്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്, ബങ്കറുകളൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ അത്ര ഷുവറായിരുന്നത് അങ്ങനെ ചെയ്യുന്നു. അതും അഗ്രഷനായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു ഉദാഹരണമാണെങ്കിൽ ഇന്ത്യക്കെതിരെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന, ബംഗ്ലാദേശ് വിഭജിക്കപ്പെട്ട കാലത്ത് അമേരിക്കയും ബ്രിട്ടനും ഒരേപോലെ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ വരികയും USSR ഇപ്പുറത്തൂടെ വന്ന് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന സാഹചര്യമെല്ലാം എന്ന് വെച്ചാൽ അങ്ങനെ ലോകം ചേരി തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലായിടത്തും. ചേരി തിരിഞ്ഞ് നിൽക്കാൻ പറയുമ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധ കാലത്തും രണ്ടാം ലോക മഹായുദ്ധ കാലത്തും സംഭവിച്ച അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇതേ കടന്നുകയറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചൈന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു കയറുന്നു. ആഫ്രിക്ക അടക്കമുള്ള പല ഭാഗങ്ങളിലേക്ക് വ്യാപകമായി ചൈന കടന്നു കയറുന്നു. എന്ന് വെച്ചാൽ ചൈനയുടെ ഒരു അഗ്രഷൻ്റെ ഒരു ആവശ്യകത. അതുപോലെ തന്നെ റഷ്യ ആഫ്രിക്ക അടക്കമുള്ള, മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു അഗ്രഷൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മറുവശത്ത് അമേരിക്ക എല്ലാ സ്ഥലങ്ങളിലേക്കും അവരുടെ മേധാവിത്വം വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. യൂറോപ്യൻ യൂണിയനും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി അങ്ങനെയുള്ള ആ കടന്നുകയറ്റത്തിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഉക്രൈനിലെ പ്രശ്നത്തിലേക്ക് കടന്നു വരേണ്ടത്.
ഉക്രൈനിലെ പ്രശ്നത്തിന് അവിടെ 1992 കാലഘട്ടങ്ങളിൽ USSR ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ അന്ന് ഇവർ കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് നാറ്റോ എക്സ്പാൻഡ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് 2000 കാലഘട്ടത്തിന് ശേഷം ഈ മേഖലയിലുള്ള ഈസ്റ്റേൺ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾ മൊത്തം നാറ്റോയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഉക്രൈനെ കൂടി അങ്ങോട്ട്, ബെലാറൂസ്, ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളെ കൂടി ഇവിടെ എത്തിക്കാൻ യൂറോപ്യൻ യൂണിയൻ ചെയ്ത പണി എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ അവിടെ മാനിപ്പുലേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് സെലൻസ്കി അധികാരത്തിലേക്ക് എത്തുന്നത്. സെലൻസ്കി അധികാരത്തിൽ എത്തിയ ഉടനെ റഷ്യ ഉടൻ തന്നെ ഈ ക്രിമിയ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ബ്ലാക്ക് സീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. അവിടെയാണ് നമ്മൾ ഈ തുർക്കിയെ പോലും മനസ്സിലാക്കേണ്ടത്. തുർക്കി പോലും റഷ്യക്കെതിരാണ്. കാരണം വെച്ചാൽ തുർക്കിയുടെ ഈ ബ്ലാക്ക് സീയിലുള്ള അപ്രമാദിത്വം ഇല്ലാതാകും എന്നതുകൊണ്ടാണ് തുർക്കി ഡ്രോൺ അടക്കം കൊടുത്ത് ഉക്രൈനെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ റഷ്യനെ അങ്ങനെ അങ്ങ് പടക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ടാണ് രണ്ട് വള്ളത്തിനും കാല് ചവിട്ടി നിൽക്കുന്ന സാഹചര്യം തുർക്കിക്കുണ്ടായത്. അപ്പം ഇങ്ങനെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു കടന്നുകയറ്റം, ആ കടന്നുകയറ്റത്തെ റഷ്യ, തങ്ങളുടെ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തെ റഷ്യ അംഗീകരിക്കുന്നില്ല. ഇത് എത്ര കാലത്തോളം ഇത് നിൽക്കുന്നോ, യൂറോപ്യൻ യൂണിയൻ എത്ര കാലം റഷ്യയുടെ ഈ മേഖലയിലേക്ക്, ഈ ഈസ്റ്റേൺ മേഖലയിലേക്ക് ഇനിയും കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുന്നുവോ അത്രയും കാലഘട്ടം അവിടെ പീസ് ഉണ്ടാവില്ല എന്നുള്ളത് ഷുവറാണ്. അതുകൊണ്ടാണ് ഈ സെലൻസ്കി വീണ്ടും പറയുന്നത് ഞങ്ങൾക്ക് അതിന് ഉറപ്പ് വേണം, ഞങ്ങൾക്ക് ഉറപ്പ് വേണം. ഇവരിങ്ങനെ കാണിച്ചാൽ ഇത് ഉറപ്പില്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ആക്രമിക്കുക ഷുവറാണ്. അപ്പോൾ ഈ ആക്രമിക്കാനുള്ള കാരണം ഇതാണ്, റഷ്യ ആക്രമിക്കാനുള്ള കാരണം ഇതാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ മാപ്പ് എടുത്ത് നോക്കുക, ഉക്രൈൻ്റെ മാപ്പ് എടുത്ത് നോക്കുക, ഈ ബ്ലാക്ക് സീയുടെ ഭാഗം മൊത്തം റഷ്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ വളരെ ചെറിയ പോർഷനാണ് ഇപ്പം ഉക്രൈൻ ഉള്ളത്. അത് മാത്രമല്ല, ഉക്രൈൻ അവിടെ ഒരു മേധാവിത്വം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവരുടെ ചരക്ക് പോലും കയറ്റി അയക്കാൻ അവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. മറ്റ് രാജ്യങ്ങളുടെ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ ഹെൽപ്പ് ആവശ്യമായി. ഇപ്പം എനിക്ക് തോന്നുന്നത് യൂറോപ്പ് വഴിയാണ് അവരുടെ പ്രൊഡക്റ്റുകൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ അതാണ് റഷ്യ പറയുന്നത്, ഞങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളുടെ ആയുധങ്ങൾ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് കാരണം ഞങ്ങളുടെ സ്ട്രാറ്റജിക്കായിട്ട് അവരുടെ ആയുധങ്ങളും പല സാധനങ്ങളും ഇരിക്കുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റുകൾ പലതും ഇതിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ യുദ്ധം സമാധാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ്റെ അഗ്രഷൻ്റെ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ നമ്മൾ പറയുമ്പോൾ അതോടുകൂടി നമ്മൾ പറയേണ്ടത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടി, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ശരിക്കും ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അഗ്രഷൻ എത്ര കാലം തുടരുന്നോ അത്രയും കാലം ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു സീസ് ഫയർ വന്നാൽ പോലും അവരുടെ ഈ സ്വഭാവം എന്ന് മാറുന്നോ, യൂറോപ്യൻ യൂണിയൻ്റെ ഈ അഗ്രഷൻ്റെ സ്വഭാവം എന്ന് മാറുന്നോ അന്നല്ലാതെ ഉക്രൈനിൽ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അമേരിക്കൻ ബേസ് ഇവിടെ വരണം, ഉക്രൈനിൽ വരണം, അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഞങ്ങൾക്ക് വേണം, യൂറോപ്പിന് കൊടുത്തേക്കുന്ന ആ ഒരു മിസൈൽ പ്രതിരോധ ആ അംബ്രല്ല ഞങ്ങൾക്കും വേണം. ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം. എന്ന് വെച്ചാൽ കറക്റ്റ് യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലേക്ക്, എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ തുർക്കിയെ പോലെയൊന്നുമല്ല, ഉക്രൈൻ അടക്കമുള്ള ഈ റഷ്യയുടെ ഭാഗം അടക്കമുള്ള അവരെല്ലാം ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ് ഇവർക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഇവർക്ക് യൂറോപ്പിനോട് ചേർന്ന് നിൽക്കണമെന്നുള്ള താല്പര്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതിനെ യൂറോപ്യൻ യൂണിയൻ മുതലാക്കി ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ സംഭവിക്കേണ്ടത് ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അമേരിക്ക ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അമേരിക്ക ഇപ്പം ബൈഡൻ അഡ്മിനിസ്ട്രേഷന് ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചു, ആയുധം കൊടുത്തു എന്നെല്ലാം പറയുന്നു. പക്ഷേ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നേരിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഒരു നയതന്ത്ര രീതിയുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നയതന്ത്ര രീതി എന്ന് പറയുന്നത് ഇതിനുള്ളിൽ വളരെ വ്യക്തമാണ്. എന്ന് വെച്ചാൽ അവർ ആയുധം കൊടുത്തു, നിങ്ങൾ ആക്രമിച്ചോ, ഞങ്ങൾ ആയുധം തരാം, ഞങ്ങളെല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്യാം. ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉക്രൈനിലെ സെലൻസ്കി പല രാജ്യങ്ങളിലും പോയിട്ട് പല പ്രാവശ്യം പറയുന്ന സാഹചര്യം ഉണ്ടായി, ഞങ്ങളുടെ ആയുധം തീർന്നു, നിങ്ങൾ ആയുധം എത്തിക്കണം, നിങ്ങൾ ഫണ്ട് തരണം, വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ അമേരിക്ക ആവശ്യത്തിന് ആയുധം കൊടുക്കുന്നില്ല, ഫണ്ടും കൊടുക്കുന്നില്ലായിരുന്നു. ഈ ട്രംപിനെ കുറ്റം പറയുമ്പോൾ തന്നെ ആ കുറ്റം പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷനും ഇത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ആയുധം കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. എന്ന് വെച്ചാൽ അത് അവരുടെ നയതന്ത്രമാണ്. അവരങ്ങനെയാണ് കൗണ്ടർ ബാലൻസ് ചെയ്ത് പോവുകയാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നോക്കുക, അവിടെ അവർ ഇസ്രായേൽ ഇവരെല്ലാം അടിച്ച് ഇല്ലാതാക്കണം, എന്നാൽ ഞങ്ങൾ അവരെ 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാനും പാടില്ല, അറേബ്യൻ രാജ്യങ്ങളെ കൂടെ നിർത്തുകയും വേണം. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു നയതന്ത്രമായിരുന്നു ഇവരുടേത്. അതേ നയതന്ത്രമാണ് ഉക്രൈൻ്റെ കാര്യത്തിൽ അവർ കാണിച്ചത്. പക്ഷേ ട്രംപ് വന്നപ്പം ട്രംപ് കട്ട് ആൻഡ് സ്ട്രൈറ്റ് അതേ നയമാണ്, പക്ഷേ
അതേ നയം കട്ടാൻ സ്ട്രേറ്റ് പുള്ളി തന്നെ പറയുന്നു. മറ്റൊരിത് നയതന്ത്ര മാർഗ്ഗങ്ങളിലോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പറയാൽ നയതന്ത്ര മാർഗ്ഗങ്ങളിലോ യൂറോപ്യൻ യൂണിയനെ ഒരുമിച്ച് നിർത്തും, ആവശ്യത്തിന് അല്പം പൈസ കൊടുക്കും, അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ അമേരിക്ക ആദ്യം ഇടപെട്ടില്ല, കൃത്യമായിട്ട് ഇടപെട്ടില്ല. യു ഗോ ഫസ്റ്റ്, നിങ്ങൾ ഫസ്റ്റ് പോവുക, അടിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിലും ആദ്യം ഇറങ്ങിയില്ല, പിന്നീടാണ് ഇറങ്ങുന്നത്, നിങ്ങൾ ഫസ്റ്റ് പോയിട്ട് അടിക്കുക. ഇനി ഒരു യുദ്ധം ഉണ്ടായാലും അമേരിക്ക അത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആദ്യം പോവുക. അതുകൊണ്ട് നിങ്ങളുടെ ഡിഫൻസ് ബഡ്ജറ്റ് എല്ലാം വർദ്ധിപ്പിച്ച് ആവശ്യത്തിന് ആയുധം മേടിച്ച് കരുതിയിരിക്കുക, അടി ഉണ്ടായാൽ നിങ്ങൾ ആദ്യം പോയി അടിച്ചോളുക, പിന്നാലെ ഞങ്ങൾ വരുള്ളൂ. ഇത് തന്നെയാണ് അമേരിക്കയുടെ നയതന്ത്രം. അതിപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി വന്നാലും റിപ്പബ്ലിക്കൻ പാർട്ടി വന്നാലും ഇത് തന്നെയാണ് അമേരിക്കയുടെ നയതന്ത്രം. അമേരിക്ക ചാടി ഇറങ്ങിയല്ല, അമേരിക്ക ഇവിടെ കൊണ്ടേ ബേസ് വെക്കാൻ പോണില്ല. ട്രംപ് പറയുന്ന സെക്യൂരിറ്റി ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ആളുകൾ അവിടെ വന്ന് മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ റഷ്യ ആക്രമിക്കുകയല്ല, ഞങ്ങളുടെ ആളുകളെ ആക്രമിക്കുകയല്ല. അത് ഞങ്ങളുടെ ഉറപ്പാണ്, അത് എൻ്റെ ഉറപ്പാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങൾ വേറെയുള്ള ആളുകൾ ഇതിനു മുന്നേ ഉള്ള ആളുകൾ പറഞ്ഞ പോലെ എന്നെ കാണരുത്, എൻ്റെ വാക്കിൻ്റെ വിശ്വാസ്യത എടുക്കരുതെന്ന് പറയുന്ന പുള്ളി അവരത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അവിടെ പോയിട്ട് ഉക്രൈനെ ഞങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കും, ഇപ്പോൾ തായ്വാന് കൊടുത്ത ഉറപ്പൊന്നും ഉക്രൈന് കൊടുക്കാൻ ഇവർ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അഗ്രഷൻ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത യൂറോപ്യൻ യൂണിയൻ, ഈ അഗ്രഷനാണ്, ഈ കടന്നുകയറ്റമാണ് ഇവിടെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഈ ഉക്രൈനിൽ ശാശ്വതമായ സമാധാനം ഒരിക്കലും ഉണ്ടാകാൻ പോണില്ല. കാരണം ഈ കടന്നുകയറ്റത്തിൻ്റെ ഈ സ്വഭാവം തന്നെയാണ്. റഷ്യ തന്നെ പറയുന്നു, ലെജിറ്റിമേറ്റ് അല്ലാത്ത ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റുമായിട്ടേ ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ. സെലൻസ്കി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം, അതുകൊണ്ടാണ് സെലൻസ്കിനെ ഒഴിവാക്കി മാറ്റി നിർത്തി. സെലൻസ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രഞ്ച് പ്രസിഡന്റിനെയും ബ്രിട്ടൻ്റെ കീർ സ്റ്റാർമറെ എല്ലാം മാറ്റി നിർത്തി ചർച്ച നടത്തി. കാരണം ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ഗവൺമെൻറ്റാണിത്, അവരുടെ പപ്പറ്റാണ് സെലൻസ്കി. അതുകൊണ്ടാണ് സെലൻസ്കിനെ ഇവർ ട്രംപിൻ്റെ അടുത്ത് പോയിച്ചിട്ട് ബഹളം ഉണ്ടാക്കി തിരിച്ചു വന്നപ്പം ചേർത്ത് പിടിച്ചത്. കാരണം അവരുണ്ടാക്കി വെച്ചേക്കുന്ന ആളാണ്. ഇയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനിയിപ്പം അടുത്ത ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത്, അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. നമുക്ക് ഒരേ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പേഴ്സണലി നമുക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന മാർപ്പാപ്പ പറഞ്ഞ സമാധാനത്തിൻ്റെ മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ കുറ്റം പറയുന്നവർ, നമ്മൾ സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്റ്റാൻഡ് മാർപ്പാപ്പ പറഞ്ഞ സമാധാനത്തിൻ്റെ സ്റ്റാൻഡാണ്. അതിനപ്പുറത്ത് ഒരു സ്റ്റാൻഡും നമുക്കില്ല. പക്ഷേ രണ്ടുപേരുടെ കയ്യിലും കുറ്റമുണ്ട്. കുറ്റം കൂടുതൽ സെലൻസ്കിയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പയോട് പറഞ്ഞ സമാധാനത്തിൻ്റെ വെള്ളക്കൊടി കാണിക്കാൻ പറഞ്ഞത്. കാരണം പലപ്പോഴും മാർപ്പാപ്പനെ ആളുകൾ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2000 വർഷം ഇന്നും ഒരു ഗവൺമെൻറ്റും അത്രയും പാരമ്പര്യമുള്ള ഗവൺമെൻറ് ഇല്ല. അത്രയും വർഷത്തെ പരിചയമുള്ള, അതുപോലെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നും കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബൃഹത്തായ ഡാറ്റയാണ് മുന്നിൽ വെച്ചുകൊണ്ടാണ് പോപ്പ് സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ ആരെങ്കിലും കുത്തിയിരുന്ന്, ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുന്നതിനും അപ്പുറത്തുള്ള ഡാറ്റ വെച്ചുകൊണ്ടാണ് മാർപ്പാപ്പ സംസാരിക്കുന്നത്. അത്രയും ചരിത്രപരമായ പ്രാധാന്യവും അതുപോലെ ഡെപ്തിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ പറയുന്ന വാക്കൊന്നുമല്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇതുപോലെ കുഴപ്പം ഇവരുടെ കയ്യിലും ഇരിക്കുന്നതുകൊണ്ടാണ്. കാരണം ട്രംപ് അത് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം വാർ എന്നുള്ള ഒരു ചിന്തയെ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾക്ക് സമാധാനത്തിന് ഒരു ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മാറിയിരിക്കും, ഞങ്ങൾ ചർച്ച ചെയ്തോളാം എന്ന് പറഞ്ഞ അതാണ്. അപ്പോൾ അങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക്. അപ്പോൾ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ടത്, ലോകം വലിയൊരു യുദ്ധത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമാധാനത്തിൻ്റെ ഏതെങ്കിലും ഒരു മാർഗവും ഏതെങ്കിലും ഒരു പാതയും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റാണ്. അതായത് റോബിൻ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റ്. അത് സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, സമാധാനം തന്നെയാണ് നമ്മുടെ ഒരു നിലപാട്. പക്ഷെ ഇവിടെ നമ്മൾ തുറന്നു കാണിക്കുന്നത് ചില നിഗൂഢമായിട്ടുള്ള ചില അജണ്ടകളാണ്. നേരത്തെ നിലപാടിൽ പറഞ്ഞതുപോലെ വെറും 2-3 ദിവസം കൊണ്ട് തീരാവുന്ന ഈ ഒരു യുദ്ധം ഈ 3 വർഷമായിട്ട് എങ്ങനെ നീണ്ടു നിൽക്കുന്നു? ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസത്തെ ഓവൽ മീറ്റിംഗിൽ സ്ഥിരമായി സെലൻസ്കിയോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, യു ഡു നോട്ട് ഹാവ് എനി കാർഡ്സ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ നിലവിലെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഈ യുദ്ധത്തിൽ ഒരു നെഗോസിയേഷൻ, അതിനൊരു ചുക്കാൻ പിടിക്കാൻ അമേരിക്കയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് ആരൊക്കെ നിഷേധിച്ചാലും, ഇപ്പം റഷ്യ പുടിൻ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പുടിനൊരു ഫേവറായിട്ട് പുടിൻ കാണുന്ന ഒരു നേതാവ് ട്രംപാണ്. ഈ പറയുന്ന കീവ് സ്റ്റാമറും അല്ലെങ്കിൽ മാക്രോണും ഒക്കെ ഈ പുടിൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ നെഗോസിയേഷന് ഇരുന്ന് കഴിഞ്ഞാൽ റഷ്യ സമ്മതിക്കത്തില്ല. അപ്പം പന്ത് അമേരിക്കയുടെ കോർട്ടിൽ തന്നെയാണ്, അമേരിക്കയ്ക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. ഇത് കൃത്യമായി സെലൻസ്കിക്ക് അറിയാം, അല്ലെങ്കിൽ സെലൻസ്കി പോട്ടൊന്നുമല്ല. പക്ഷെ എന്നിട്ടും അവിടെ കാണിച്ച ആ ഒരു വാഗ്വാദം, അതിന് പിന്നിൽ ചില വ്യക്തമായിട്ടുള്ള ചില അജണ്ടകൾ തന്നെയുണ്ട്. അദ്ദേഹത്തിന് പിന്നിൽ വലിയൊരു ലോബി തന്നെയുണ്ട്, വലിയൊരു നിഗൂഢമായ ശക്തി തന്നെയുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ലെഫ്റ്റ് വിങ് ഒരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഒരു അംബ്രലയുടെ കീഴിൽ, ആ ഒരു കിടക്കീഴിൽ
യൂറോപ്പിനെ കൊണ്ടുവന്ന സാഹചര്യം മൊത്തത്തിൽ അങ്ങ് കലുഷിതമാക്കുക. അതായത് നമുക്കറിയാം, ഇപ്പം അമേരിക്ക ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണ്, യൂറോപ്പ് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണ്. ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ തമ്മിൽ ഇങ്ങനെ അടികൂടി, നമുക്കറിയാം ഒരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ആടുകൾ തമ്മിൽ ഇങ്ങനെ അടികൂടി അത് ഗ്യാലറിയിൽ ഇരുന്ന് കണ്ട് രസിക്കുന്ന ചില ചെന്നായ കൂട്ടങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ചിലപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ രൂപത്തിലായിരിക്കാം ആ ചെന്നായക്കൾ ഇരിക്കുന്നത്, ഇടത് ലിബറൽ ഗ്രൂപ്പുകളുടെ രൂപത്തിലായിരിക്കാം ആ ചെന്നായക്കൂട്ടം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇലുമിനാറ്റി, ഫ്രീമേസൺ, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ്, അത്തരം രൂപത്തിലായിരിക്കാം ആ ചെന്നായിരിക്കുന്നത്. ആ ചെന്നായ്ക്കളെ ഇവിടെ തിരിച്ചറിയുന്നില്ല. അത് റോബിൻ പറഞ്ഞതുപോലെ ഈ സെലൻസ്കിയെ എന്തോ പറയുന്ന ഒരു ഇരയായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, റഷ്യനെ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു അഗ്രസറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നേരത്തെ ഇരു കൂട്ടരുടെയും കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ഈ അജണ്ട തിരിച്ചറിയണം, ഇല്ലേ ജോജി? വൈറ്റ് ഹൗസിൻ്റെ ഓവൽ ഓഫീസിൽ നിന്ന് ഒരു പരാജിതനെ പോലെ മടങ്ങുകയാണ് സെലൻസ്കി. പക്ഷേ അതേ സെലൻസ്കിയെ ലണ്ടനിൽ ഈ ലണ്ടൻ സബ്മിറ്റിൽ ഒരു ഭയങ്കര ഹീറോ ആക്കി മാറ്റുകയാണ്. അപ്പോൾ അവിടെ വളരെ ഒരു അപകടകരമായ അവസ്ഥയുള്ളത്. കാരണം എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയനും അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഈവൻ US ആയിട്ടും. പക്ഷേ എന്നാൽ ഇതുപോലെ ഒരു ഓപ്പൺ ക്ലാഷിലേക്ക് പോകുന്നൊരവസ്ഥ ആദ്യമായിട്ടാണ് ഭയങ്കര സംജാതമാകുന്നത്. ഇവിടെ പിന്നെ യൂറോപ്പിൻ്റെ പ്രധാനപ്പെട്ട 10-16ഓളം അല്ലെങ്കിൽ മറ്റേ ഈ കാനഡ ഒഴിവ് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ശരിക്കും മെയിൻ രാജ്യങ്ങളെല്ലാം കൂടി പരിപൂർണമായ പിന്തുണ സെലൻസ്കിയെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ജോർജ് പറഞ്ഞ പോലെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ വന്നതിൻ്റെ കാര്യം നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന് ട്രംപ് എന്ന് പറഞ്ഞാൽ കണ്ടിടത്ത് കണ്ടുകൂടാ, അല്ല കാരണം അതിനുവേണ്ടിയാണ്. അദ്ദേഹത്തെ പലപ്പോഴും ഗവർണർ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒരു ബന്ധപ്പെട്ട്. അതുകൂട്ട് ഓസ്ട്രേലിയ മനസ്സിലാക്കണം, സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ശരിക്കും. വളരെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് ഓസ്ട്രേലിയ വരെയും. അപ്പോൾ ഇതന്നെ അപ്പോൾ ജോർജ് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ യൂറോപ്പ് അല്ലെങ്കിൽ US-ൻ്റെ ക്ലാഷിനൊക്കെ വരെയായിട്ട് ചില ആശയങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഇവിടെ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഈ യുദ്ധം അല്ലെങ്കിൽ എന്നാ പറയുക ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു എന്നാ പറയുക 1 മന്ത് കൊണ്ട് തീരേണ്ട ഈ ഒരു യുദ്ധം ഇത്ര 3 വർഷമായിട്ട് എങ്ങനെ തുടർന്നു? അതിൻ്റെ പുറകിലാണ് വ്യക്തമായിട്ടുള്ള ആശയങ്ങളുണ്ട് ശരിക്കും. അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2014 മുടങ്ങി യുക്രൈനിലെ ഈ രാഷ്ട്രീയ അവസ്ഥ വളരെ എന്നാ പറയുക ഈ സങ്കീർണമാണ്. അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷമുള്ള ഈ സെലൻസ്കിയുടെ വരവ്, യാതൊരു സാധ്യതയുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ഫിലിം ആക്ടർ പെട്ടെന്ന് കടന്നു വരുന്നു. അപ്പോൾ അവിടെ എല്ലാം ശരിക്കും ചില ആശയങ്ങളുടെ ആ പേർന്ന സംഘടനകൾ, അത് അല്ലെങ്കിൽ യൂറോപ്പിനെ ഭരിക്കുന്ന, യൂറോപ്പിൻ്റെ മേൽ വ്യക്തമായ ആധിപത്യമുള്ള, ഇപ്പം ഞാൻ പറയുന്നത് ഈ മാക്രോൺ എടുത്തോട്ടെ അല്ലെങ്കിൽ കീർസാർം എടുത്തോട്ടെ, ഏതൊരു പിന്നെ ഈ പറഞ്ഞ യൂറോപ്പിൻ്റെ പ്രമുഖരായ ഏത് ലീഡേഴ്സിനെ എടുത്താലും അവരെല്ലാം നയിക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ആശയങ്ങളാണ്. ആ ആശയങ്ങൾ ശരിക്കും ലെഫ്റ്റാണ്. ആ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രൈസ്തവ അനുകൂലമല്ല, മറിച്ച് വിരുദ്ധമായ ആശയങ്ങളാണ്. അതൊരു ബഹുസ്വരമായ ആശയങ്ങളാണ് ശരിക്കും. അല്ലെങ്കിൽ ഒരു മൾട്ടി കൾച്ചറലിസം, ഇതൊന്നും യൂറോപ്പിൻ്റെ കൾച്ചറേ അല്ല. അപ്പം ഈ ആശയങ്ങളാണ് ശരിക്ക് ഇവർ പേർന്നത്, ഇവരെ നയിക്കുന്നത്. ഈ ആശയങ്ങൾ കാരണമാണ് ഈ യുദ്ധം ഇങ്ങനെ യാതൊരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്ന വലിയൊരു തകർച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ, ഇതിൻ്റെ ദുരിതം ഇതൊരു മനസ്സിലാക്കുന്നില്ല. ഇരുഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാക്കണം, ഈ യുക്രൈനോട് യുദ്ധം കമോൺ ഗോ ഡു വാർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം യുക്രൈൻ്റെ അവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്. ഇവരതൊന്നും മനസ്സിലാക്കുന്നില്ല. യൂറോപ്പ് ഇതിനെക്കുറിച്ച് ഫണ്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങൾ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നത് എല്ലായിടത്തും ലോകത്ത് ആകമാനം. മനസ്സിലാക്കണം, ഇനി യൂറോപ്പിൻ്റെ അവസ്ഥ എന്താ? ഈ യുക്രൈൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യൂറോപ്പിൻ്റെ GDP ആകമാനം വല്ലാതെ തകർന്നു പോയി. ഇതൊക്കെ മനസ്സിലാക്കിയാണ് ട്രംപ് പറഞ്ഞത് നിങ്ങൾ നിർത്തുക പരിപാടി. അമേരിക്കയെ കൊണ്ട് ഇനി മറ്റൊരു കാര്യം, അമേരിക്ക ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, ഈ അമേരിക്ക ഒരു റബ്ബർ സ്റ്റാമ്പാണ്, വലിയേട്ടൻ എന്ന് പറയും. അവരെ നിർത്തിക്കൊണ്ട് ഇവരാണ് മുഴുവൻ ഇവിടെ ഈ ആശയങ്ങളാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ഈ ആശയങ്ങളോ ട്രംപിന് ഒരുപക്ഷെ ഡെമോക്രാറ്റ്സിന് താല്പര്യമുണ്ടാകും, പക്ഷേ ഈ ആശയങ്ങളോ ട്രംപിനോ വാൻസിനോ ഒന്നും യാതൊരു താല്പര്യമില്ല. അപ്പോൾ അവരത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നോക്കി വാൻസ് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, കീർ സ്റ്റാമർ, താങ്കളുടെ രാജ്യത്ത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രാർത്ഥന നടത്തിയതിൻ്റെ പേര് നിങ്ങൾ ആൾക്കാരെ പിടിച്ച് ജയിലിലിടുന്നു. എവിടെയാണ് ഒരു ഫ്രീ സ്പീച്ചുള്ള അവിടെ? അതിനുള്ള സാധ്യത എവിടെയാണ് ഉള്ളത്? അപ്പോൾ ഈ രീതിയിലുള്ള പല വളരെ വ്യക്തമായിട്ട് കീർ സ്റ്റാർമറിൻ്റെ ആശയങ്ങളെ JD വാൻസ് ഖണ്ഡിച്ചവിടെ. ഇപ്പോൾ ഇതിലൂടെ ഇതെല്ലാം ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇനി മറ്റൊരു ഞാൻ എന്തൊക്കെ പറയുകയാണെങ്കിൽ, ഈ USSRൻ്റെ ആ ഒരു വലിയ പ്രതാപകാലത്ത് നാറ്റോയുടെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു US-ഉം വെസ്റ്റും തമ്മിൽ ഒന്നാണ് കാരണമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ക്രിസ്ത്യൻ ആശയങ്ങൾക്ക് തികച്ചും വിരുദ്ധമായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയായിരുന്നു ശരിക്കും പൊളിറ്റിക്കലി നാറ്റോ. അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇതായിരുന്നു ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തരാത്മാവ് ഇതായിരുന്നു. അപ്പോൾ ഈ ആശയങ്ങൾക്ക്, ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ യൂറോപ്പിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യൂറോപ്പിനെ അമേരിക്കയും മറ്റു രാജ്യങ്ങളെ ക്രിസ്ത്യ രാജ്യങ്ങളെ തകർക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു എന്നാ പറയുക ഒരു ഈ മിലിറ്ററി ഫോർമേഷൻ ഉണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ അതിനെന്ത് ഇവിടെ പ്രസക്തി? ഇന്നിപ്പോൾ ഏത് ആശയത്തെയാണ് യൂറോപ്പ് പൊക്കിപ്പിടിച്ചത്, അതേ ആശയത്തെ അവർ തന്നെ തകർക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചില സംഘടനകളുടെ സ്വാധീനം അവിടെ വളരെ വളരെ ശക്തമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനോടാണ് പറയുന്നത്. ഇനിയിപ്പം ബ്രിട്ടനൊക്കെ എന്തൊരു വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്. അവർ പറയുകയാണ് ഞങ്ങൾ പണം തരാം, ഞങ്ങൾ സൈന്യത്തെ തരാമെന്ന്. ബ്രിട്ടൻ്റെ അവസ്ഥ എന്താ?
ബ്രിട്ടന് തന്നെ സ്വന്തം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 10,000 സേനയൊക്കെ കൊടുക്കുക പറയുമ്പോൾ ബ്രിട്ടനിൽ ഉണ്ടോ അത് ചോദിക്കുകയാണ്. ജനസംഖ്യ അവിടെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫാമിലി ഇല്ല, ആൾക്കാരിൽ ഒന്നുമില്ല. ആ അവസ്ഥ പോലും ബ്രിട്ടൻ ഇതേ രീതിയിൽ US പ്രൊവോക്ക് ചെയ്യാണ്. ബ്രിട്ടൻ ഒരിക്കലും US പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നാറ്റോയിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു യൂറോപ്യൻ സംഘടനകളിൽ നിന്നോ അമേരിക്ക പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്തുണ്ട് ശരിക്കും? ഇപ്പം മനസ്സിലാക്കേണ്ട, റഷ്യയോട് യുദ്ധം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇന്നും ലോകത്ത് ഏറ്റവും സ്ഫോടകശേഷിയുള്ള അണുവായുധങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് റഷ്യയുടെ കയ്യിലാണ് ശരിക്കും. അതൊക്കെ ശരിക്കും തന്നെ ട്രംപിന് അറിയാം. ഇനി ഞാൻ പറയാം, ട്രംപും പുട്ടിനും തമ്മിൽ സംസാരിച്ചു. പുട്ടിൻ്റെ കുറച്ച് മനസ്സിലാക്കിയിട്ടല്ലേ പറഞ്ഞത്, നിങ്ങൾ വീണ്ടും വേൾഡ് വാർ 3 നീ കൊണ്ടുപോകുന്നു ചോദിക്കുന്നത്? ചുമ്മാ ചോദിക്കുമോ? ഡാറ്റയുണ്ട്, ശരിക്കുണ്ട്. ചുമ്മാ ട്രംപ് പറയല്ല, ട്രംപിൻ്റെ കൃത്യമായ ഡാറ്റയുണ്ട്. ഇനി ട്രംപ് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് എത്തിയിട്ടുണ്ട്, ഇനി ആ എഗ്രിമെൻറ്റിൻ്റെ ഫുൾനെസ്സിനെ കുറിച്ച് പറയാം, അത് നിങ്ങൾ നിർത്ത്. പക്ഷെ അത് സമ്മതിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ ഒരിക്കലും സമ്മതിക്കാൻ അല്ലെങ്കിൽ ആ താല്പര്യമില്ലാത്ത സെലൻസ്കി മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ സംസാരിക്കും? റഷ്യക്ക് ഒരു ചെറിയ ബഹുമാനം കൊടുക്കണ്ടേ? റഷ്യ ഒരു സൂപ്പർ പവറല്ല. അതാണ് ശരിക്കും ട്രംപ് അതാണ് ചെയ്തത്. ട്രംപിന് അറിയാൻ ശരിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് സമ്മതിക്കാതെ യൂറോപ്യൻകാർ ചുമ്മാ ബ്ലൈൻഡായിട്ട് ഇതൊന്നും ഇവർക്ക് അറിയാം, ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ. അത് എൻ്റെ വിശ്വാസം പറയുകയാണെങ്കിൽ അമേരിക്ക യൂറോപ്പായിട്ടുള്ള ഒരു ചെറിയൊരു ആശയപരമായ പിഴയുണ്ടെങ്കിൽ അവർ യോജിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടു ട്രംപ് ഇവരെ ഒന്ന് പിടിക്കുന്നതാണ് ശരിക്കും. അതാണ് എൻ്റെ സംഭവിക്കുന്നത്. കാനഡയാണെങ്കിലും അങ്ങനെ തന്നെ. എന്നുവെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം ഞാൻ ട്രംപ് പറഞ്ഞ മറ്റൊരു പോയിന്റുകളുണ്ട് ശരിക്കും. യൂറോപ്പ് കുറച്ചും കൂടെ തങ്ങളുടെ കാര്യം നോക്കണം. അമേരിക്കയ്ക്ക് എപ്പോഴും നിങ്ങളെ പോറ്റാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ജനത്തിൻ്റെ ടാക്സ് എടുത്ത് ചുമ്മാ ഞങ്ങൾക്ക് ഈ വേണ്ടാത്ത കാര്യങ്ങൾക്ക് തരാൻ പറ്റിയല്ല. അതാണ് UN പറഞ്ഞത്. WHO ആയിക്കോട്ടെ, മറ്റേത് സംഘടന ആയിക്കോട്ടെ, നിങ്ങൾ ചുമ്മാ തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നു, ഒരു കാര്യമില്ലാത്ത പൈസ മുടക്കുന്നു, അങ്ങനെയാണ് പൈസ ഞങ്ങളുടെ ഇല്ല. അപ്പോൾ ഇതിനെല്ലാം പുറകെ ട്രംപിനെ നയിക്കുന്ന ട്രംപിൻ്റെ ആശയമാണ്, ട്രംപിൻ്റെ ക്രിസ്ത്യൻ പോളിസിയാണ് ശരിക്കും. ട്രംപിൻ്റെ ആ ഒരു വ്യക്തമായിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട് ട്രംപിന്. അത് അവരുടെ ആ ഭരണകൂടത്തിൽ മൊത്തമുണ്ട്. അപ്പോൾ ആ ആശയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ട്രംപ് പറഞ്ഞത് സമാധാനം വേണം. സമാധാനം വേണം, ഏത് രീതിയിൽ സമാധാനം വേണം. അപ്പോൾ ഈ യുദ്ധത്തിനൊരു എൻഡ് വരുത്തണം. അതിനുള്ള ഏറ്റവും വെച്ചാൽ റഷ്യയെ ശാന്തരാക്കുക. ഈ നാറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയുടെ മൂക്കിൻ കീഴിൽ കൊണ്ട് നാറ്റോ ആയുധം വെച്ചാൽ റഷ്യ അത് എങ്ങനെ സമ്മതിക്കുമെന്ന് പറയാതെ, റഷ്യ ഇപ്പോൾ ശക്തമായ ഒരു രാഷ്ട്രത്തിന് അവരുടെ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള അവരുടെ കുറേ താല്പര്യങ്ങളുണ്ട്, അതുപോലെ അവരുടെ സേഫ്റ്റി ഉണ്ട്, അവരുടെ പോളിസികളുണ്ട്, അവർക്കൊരു അഭിമാനമില്ല ശരിക്കും. തകർന്ന റഷ്യയെ പുട്ടിൻ ഇത്രയും ആക്കി. ഉറപ്പായിട്ടും പുട്ടിന് ഒത്തിരി കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, പുട്ടിന് ഉറപ്പായിട്ട് കാണിച്ച ക്രൂരതയാണ്. എന്നാലും തകർന്നരിപ്പണമായ ആ ഒരു റഷ്യയെ ഈ ഒരു അവസ്ഥയിലാക്കിയത് പുട്ടിനാണ് ശരിക്കും. അപ്പം പുട്ടിൻ്റെതായ കുറേ ആശയങ്ങളുണ്ട് ശരിക്കും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ റഷ്യ പ്രൊവോക്ക് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. ലോകത്തിന് ഒരിക്കലും നല്ലതല്ല. ലോകത്തിന് അതൊരു വലിയ തകർച്ചയിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം ബിസിനസ് അറിയാവുന്ന, അത്യാവശ്യം രാഷ്ട്രീയം അറിയാവുന്ന, അതൊക്കെ വ്യക്തമായ ചില ആശയങ്ങളുള്ള ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. കാരണം സംസാരത്തിൽ പല പിഴവുണ്ടാകാം. പക്ഷേ അന്നാണ് നമുക്ക് പറയുന്നത് JD വാൻസ് സംസാരത്തിൽ അത്രമാത്രം പിഴവുകളില്ല. വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട് വാൻസ് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യൂറോപ്പ് ഇതിനോട് മെല്ലെ വരുമെന്ന് തന്നെയാണ് വിശ്വാസം. അവർ കുറച്ച് പിടച്ചാലും കുറച്ച് മെല്ലെ വരാണ്. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഒരു ഭയങ്കര അരാജകത്വവും യുദ്ധവും അങ്ങോട്ടും വിശ്വാസമില്ലാത്ത അവസ്ഥയും ഇതിൽ നിന്ന് മുതലെടുക്കാൻ ചൈനയുണ്ട്. അത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് മുതലെടുക്കാൻ ചൈനയുണ്ട് ശരിക്കും. ഇപ്പോൾ നമുക്കറിയാം ശരിക്കും അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഇടഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിനും അമേരിക്ക അത് ഭയങ്കര നഷ്ടമാണ് ശരിക്കും, ബിസിനസ് സാമ്പത്തികപരമായിട്ട്. അപ്പോൾ ഈ സാമ്പത്തിക അവസ്ഥ ഇപ്പോൾ എനിക്ക് തൈവാനിലേക്ക് ഏകദേശം ചൈനയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കണം, പ്രൊവക്കേഷനിലും മനസ്സിലാക്കണം. ഇനി തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ ഒരു വലിയ ഉദയമായത്. ഇനി അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ക്ലാഷുകൾ നമുക്കറിയാം. യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം തീവ്രവാദ സംഘടനകളുടെ വലിയ വേരുകളുണ്ട്. അപ്പോൾ അത്തരം സംഘടനകളുടെ യൂറോപ്പ് കണ്ണടയ്ക്കുകയാണെങ്കിലോ അപ്പോൾ അത് വലിയ ക്ലാസ്സിലായി. അപ്പോൾ ഇതിന് ഒരുപാട് അപകടങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് യൂറോപ്യൻ ലീഡേഴ്സ് ഞാൻ പറഞ്ഞു അവരുടെ ആശയങ്ങൾക്ക് മാറ്റം വരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാക്കണം, മെലോനിയോ അല്ലെങ്കിൽ ഈ ഹംഗേറിയൻ പ്രസിഡന്റോ ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം അവരുടെ ആശയം വേറെയാണ്. ഇത് ആശയങ്ങളുടെ റിയാലിറ്റി അതറിയാം. അത് അപ്പം ഇതൊരു ആശയങ്ങളുടെ ക്ലാഷാണ്. അപ്പോൾ ഇതാണ് ഈ യുദ്ധത്തിന് പ്രധാനപ്പെട്ട കാരണം. യൂറോപ്പ് പിൻവാങ്ങിയില്ലെങ്കിൽ അപകടം കൂടുതൽ സംഭവിക്കുന്നത് യൂറോപ്പിനാണ്. ഇവിടെ റോം പറഞ്ഞാൽ യൂറോപ്പിന് പഴയ പേര് മാത്രമേ ഉള്ളൂ, പല്ലും നഖമൊന്നുമില്ല. ഫ്രാൻസ് ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, പണ്ടത്തെ വലിയ സാമ്രാജ്യങ്ങളിൽ നിന്ന് കാര്യമായ ശക്തികളില്ല. ആരും മാനിക്കുകയില്ല. റഷ്യ അമേരിക്കയും കുറച്ചെങ്കിലും മാനിക്കും, കാരണം അവർക്ക് ആ പവറുണ്ട് ശരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി യൂറോപ്പ് ആ ഒരു റിയാലിറ്റി തിരിച്ചറിയാന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ 3 പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മളിപ്പോൾ വേൾഡിൽ നോക്കുമ്പോൾ 3 രാജ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ലോകത്ത് നിൽക്കാൻ പറ്റുന്ന 3 രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്ക, ഒന്ന് ചൈന, ഒന്ന് റഷ്യ. അപ്പോൾ അതുകൊണ്ട് ഈ 3 രാജ്യങ്ങളെ കയറി ചൊറിയുമ്പോൾ ആ ചൊറിയുന്നവർ വളരെയധികം പ്രിക്കോഷൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ജോജി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ റഷ്യ ഒരു സുപ്രഭാതത്തിൽ കണ്ണും പൂട്ടിയൊരു 2 ന്യൂക്ലിയർ ബോംബ് കിട്ടിയ റഷ്യക്ക് നഷ്ടം വരാനൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പ് അവർക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും ഈ യുക്രൈൻ മനസ്സിലാക്കണം. അതായത് സമാധാനത്തിന് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തീർച്ചയായിട്ടും തയ്യാറാകണം. അവിടെ ട്രംപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വാക്കിന്
അത് ഒരു വില കൽപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ വിശ്വാസത്തിൽ ആരെങ്കിലും ഒന്ന് വിശ്വാസത്തിലെടുത്തെങ്കിലല്ലേ ഒരു നെഗോസിയേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ ഇവിടെ ആരെയും വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. ഞാൻ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രംപിന്റെ ഉദയം ഇപ്പോൾ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാമിസ്റ്റുകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് പൊളിറ്റിക്സിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നടത്തുന്ന ഏത് നിർണായകമായിട്ടുള്ള നീക്കം, ട്രംപിനൊരു അപ്പർ ഹാൻഡ് വരാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അതിനെ ഏത് വിധേന ഇവർ തടയാൻ ശ്രമിക്കും. നമുക്ക് ട്രംപിന്റെ വരവിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ്, അത് ഫിസിക്കലി അറ്റാക്ക് ചെയ്തുകൊണ്ട്. അതിന്റെ മറ്റൊരു രൂപമാണ് സെലൻസ്കിയിലൂടെ സംഭവിച്ചത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ട്രംപിന് തടയിടാൻ സാധിക്കുമെങ്കിൽ ട്രംപിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയൊരു ബൂസ്റ്റിംഗ് ആയിരിക്കും. ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു ഏഡായിട്ട് അത് കുറിക്കപ്പെടുമെന്ന കാര്യത്തിൽ വളരെ ഒരു തരത്തിലുള്ള സംശയമില്ല. അത് ഡീപ് സ്റ്റേറ്റിന് അറിയാം, ഇസ്ലാമിസ്റ്റുകൾക്കറിയാം. അപ്പോൾ അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു മൂവിനെ അവർ കൃത്യമായിട്ടും തടയിടാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് വരുന്നത്. സെലൻസ്കിയുടെ പിന്നിൽ പലരുമുണ്ട്, സെലൻസ്കി ഒറ്റയ്ക്കായിരുന്നില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഈ പിള്ളേർ കിടന്ന് ബഹളം കൂടുന്ന പോലെ സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്ത് ഈ പിള്ളേരൊക്കെ അടി കൂടുമ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അത് തന്നെയാണ് സെലൻസ്കിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് മറ്റൊരു ആസ്പെക്റ്റ് കൂടിയുണ്ട്. ഏത് യുദ്ധമാണെങ്കിലും അത് വലിയൊരു ബിസിനസ് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് ഈ ആയുധവുമായി ബന്ധപ്പെട്ട വെപ്പൺ ബിസിനസ്സിനെ വളരെയധികം അത് കാണേണ്ടിയിരിക്കുന്നു. അതായത് ഒരു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ യുക്രൈൻ യുദ്ധം അനന്തമായി നീളുന്നു, അതിലൂടെ മുതലെടുക്കുന്നത് ആരാണ്? ഈ വെപ്പൺ ലോബിക്ക് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു യുദ്ധം അത് തീരാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വെപ്പൺ ലോബിയാണ്. അതിൽ അവർ കൃത്യമായും കളിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ജോജിയും റോബിനും പറഞ്ഞതുപോലെ, ലോകത്തെ ഒരു ചുവന്ന ഒരു വ്യാളി വിഴുങ്ങാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഈ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അത് എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. നേരത്തെ ജോജി പറഞ്ഞു, ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു വ്യാപനത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക യൂറോപ്പിന് ഇത്രയധികം ശക്തി കൊടുത്തത്, അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ട് ഇത്രയധികം സപ്പോർട്ട് കൊടുത്തത്. അതേ ഒരു അറ്റാക്ക് തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത് ട്രംപ് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ട്രംപ് നേതൃത്വം നൽകുന്ന ആ ഭരണകൂടം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ വഴിക്ക് വിട്ടിട്ട് യഥാർത്ഥ ശത്രുവിലേക്ക് ആ ട്രംപിന്റെ ശ്രദ്ധ പോകുന്നത്. പക്ഷേ യഥാർത്ഥ ശത്രുവിലേക്ക് ആ ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടി പലരും കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഒരു ശ്രദ്ധയും അല്ലെങ്കിൽ ഊർജ്ജവും ഒക്കെ ഇവിടെ എങ്ങ് തളച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറു സൈഡിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദം ഉയർത്തുന്ന പ്രശ്നം, കമ്മ്യൂണിസം ഉയർത്തുന്ന പ്രശ്നം, അധാർമികമായിട്ട് മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഉയർന്നു വരുന്ന പ്രശ്നം. പക്ഷെ അതിലേക്കൊന്നും കണ്ണ് പോകാതെ ഇതിൽ തന്നെ തളച്ചിടാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പോയിന്റ് ലാസ്റ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ട്രംപ് പറഞ്ഞു 5% GDP എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധത്തിനായിട്ട് ചെലവഴിക്കണം. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിലവിലെ അവസ്ഥയിൽ അത് പറ്റത്തില്ല. കാരണം എന്തുമാത്രം അഭയാർത്ഥികൾക്ക് വേണ്ടി സോഷ്യൽ വെൽഫെയർ സ്കീം എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പൈസ വാരി എറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5% പോയിട്ട് ഒരു 1% GDP പോലും എക്സ്ട്രാ പ്രതിരോധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ട്രംപ് 16% നാറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫണ്ടിങ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ചങ്കിടിപ്പേറ്റുന്നത് ഇതാണ്. ഇവരുടെ ഒന്നും മുടക്കാൻ പൈസയില്ല. എല്ലാം ഈ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ വെൽഫെയർ സ്കീം, ഇത് അല്ലെങ്കിൽ ഈ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കുറെ അജണ്ടകളുണ്ടല്ലോ, അതിലേക്കൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇവരുടെ സ്വന്തം പ്രതിരോധം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ മറന്നുപോയി. അതിന്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇവരിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടികളുമായി ട്രംപ് വന്നപ്പോൾ എന്തുകൊണ്ട് ആ നടപടികൾക്ക് സെലൻസ്കിയുടെ ഒരു അപക്വമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ഒരു ഉടക്ക് വീണു എന്ന ചോദ്യത്തിന് വളരെയധികം ഇമ്പാക്റ്റ് ഉള്ള നിരവധി ഉത്തരങ്ങളാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ആ ഉത്തരങ്ങളാണ് എന്ന നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഓവൽ ഓഫീസിൽ നടന്ന ആ വാഗ്വാദം അതൊരു യാദൃശ്ചികം അല്ല. ഈ യുദ്ധം അനന്തമായി ഇങ്ങനെ നീണ്ടു പോകണം. അമേരിക്കയും യൂറോപ്പും തമ്മിൽ രണ്ട് ചേരിയിലാകണം. അവർ തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്യണം. എപ്പോഴും ഒരു സംഘർഷാവസ്ഥയിലൂടെ ഇങ്ങനെ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ചില കുറുക്കന്മാർ, ചില ചെന്നായ്ക്കൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അത് ഇസ്ലാമിസ്റ്റുകളായിരിക്കാം, ഇലുമിനാറ്റി ഗ്രൂപ്പായിരിക്കാം, ഡീപ് സ്റ്റേറ്റ് ആയിരിക്കാം, ഫ്രീമേസൺ ഗ്രൂപ്പുകളായിരിക്കാം. അതുകൊണ്ട് ആ ഒരു അജണ്ടയാണ് നാം തിരിച്ചറിയേണ്ടത്. തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായേ തീരും. അതിന് ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. അത് സെലൻസ്കി ആയിക്കോട്ടെ, അപ്പുറത്ത് പുടിൻ ആയിക്കോട്ടെ. പക്ഷേ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് വരുമ്പോൾ അത് അനാവശ്യമായിട്ടുള്ള പിടിവാശി അത് ആ ചർച്ചകൾക്കുള്ള ഒരു സാധ്യത തന്നെ ഇല്ലാതാക്കും. ആ പിടിവാശിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം, ഒരു അജണ്ട എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു വിവേകം അത് യൂറോപ്യൻ നേതാക്കൾ പുലർത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
കൃത്യമായും ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒക്കെ ഒരു അജണ്ടകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഒരു മൂലക്കിരുത്തിക്കൊണ്ട് അവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം, പ്രത്യേകിച്ച് അമേരിക്കയെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അമേരിക്കയ്ക്കാണ് നിലവിൽ അതിനൊരു അപ്പർ ഹാൻഡ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അമേരിക്കയെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക്, സമാധാനപൂർവമായിട്ടുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് നീങ്ങുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കാകട്ടെ ലോക നേതാക്കൾക്കാകട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.